തിരുവനന്തപുരത്ത് ആമയിഴഞ്ചാൻ തോട്ടിൽ മാലിന്യം നീക്കം ചെയ്യുന്നതിനിടയിൽ അപകടത്തിൽപ്പെട്ട ജോയിയെ രക്ഷിക്കുവാൻ വേണ്ടി ഇറങ്ങിയ ഫയർഫോഴ്സ് ക്യൂബ ടീമിലെ അംഗം ശ്രീ രഞ്ജിത്തിനെ ഭാരതീയ ജനതാ പാർട്ടി കാട്ടാക്കട ഏരിയ പ്രസിഡന്റ് ശ്രീ സജീവ് കുമാർ, മണ്ഡലം IT കൺവീനർ പൊന്നറ രതീഷ്, മണ്ഡലം കമ്മിറ്റി അംഗം തൂങ്ങാമ്പാറ ജയചന്ദ്രൻ, മറ്റു പ്രവർത്തകർ വീട്ടിലെത്തി അനുമോദിച്ചു. സ്വന്തം ജീവൻ പോലും അവഗണിച്ചുകൊണ്ട് ഒരു ജീവൻ സംരക്ഷിക്കാൻ, ഒരു കുടുംബത്തിനെ സംരക്ഷിക്കാൻ, ഈ നാടിനു വേണ്ടി, നമ്മുടെ രാജ്യത്തിന് വേണ്ടി വലിയൊരു ദൗത്യം ഏറ്റെടുത്ത് നമ്മുടെ നാട്ടുകാരനായ രഞ്ജിത്തിനെ ഈ അവസരത്തിൽ അഭിനന്ദിക്കുക. പ്രത്യേകിച്ച് പറയാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഇത്രയും നാളത്തെ ഞാൻ ഏകദേശം 10 വർഷമായിട്ടുള്ള ലൈവ് ചെയ്യുന്നുണ്ട്. അത് ഇത്രയും ബുദ്ധിമുട്ട് നിറഞ്ഞിട്ടുള്ള ജോലികളും ഒരുപാടൊന്നും വന്നിട്ടില്ല. എന്നാലും വിജയകരമായിട്ട് തീർത്തൊന്നും പറയാൻ പറ്റില്ല. കാര്യം പുള്ളിയെ ജീവനോടുകൂടി കണ്ടെടുക്കണമെന്ന് സന്തോഷം വേറെ രീതിയായിരുന്നു. അത് പറ്റിയിട്ടില്ല. വളരെ അപകടകരമായിരുന്നു. ഈ രീതിയിൽ എങ്കിലും അവസാനിപ്പിക്കാൻ പറ്റിയ ചെറിയ സന്തോഷമാണ് ഇങ്ങോട്ടുണ്ടായിരുന്നു. കാര്യം ഈ പറഞ്ഞ പോലെ മാലിന്യത്തിൻ്റെ ആ ഒരു 2-2.5 അടി ഗ്യാപ്പ് ഇതിൻ്റെ ഇടയ്ക്ക് കൊടുത്തു. ഈ ഗ്യാപ്പിൽ കൂടെ നമ്മൾ ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടി വരും. ഈ ഇളകി വരുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ഇപ്പുറത്ത് വന്ന് അടിയും, അത് ബ്രേക്ക് ചെയ്ത് തിരിച്ചു വരണം. ഈ മാലിന്യത്തിൽ എന്തെങ്കിലും പറ്റും, ഇത് നമ്മളെ മുകളിൽ വന്നിരിക്കും. പിന്നെ അവിടെ നിന്ന് വരിക എന്ന് പറഞ്ഞാൽ അത് ഏകദേശം ഇമ്പോസിബിളാണ്. ഈ ഒരു രീതിയിലുണ്ട്. വേസ്റ്റ് മാനേജ്മെന്റ് എന്നുള്ള സംഭവം നമ്മൾ ഇനിയും നേരെ പോയി നടപ്പാക്കിയിട്ടില്ല. ഇത് കൃത്യമായിട്ട് നടപ്പാക്കിയിട്ടുണ്ടെങ്കിൽ ഇത്രയും ഒരു ടാസ്ക് എന്നുള്ള രീതി വരില്ലായിരുന്നു. ഞങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ കണ്ടെടുക്കുമായിരുന്നു. ഞങ്ങൾ ഒരുപാട് അങ്ങനെ ചെയ്തിട്ടുമുണ്ട്. ഒരു മാലിന്യത്തിൻ്റെ ഒരു കൂമ്പാരം തന്നെ അവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ജോലി ഹൈ റിസ്ക് തന്നെയായിരുന്നു.